വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വൈകുന്നേരം കേരളത്തിൽ എത്തും. പ്രധാനമന്ത്രി താമസിക്കുന്ന രാജ്ഭവനിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തും. കലുഷിത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തു പോകരുത് എന്നാണ് PMO ഓഫീസ് സർക്കാരിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. സന്ദർശനത്തിന്റെ ഭാഗമായി സേനാ വിഭാഗങ്ങൾ കരയിലും കടലിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വീണ്ടും ബോംബ് ഭീഷണി. 24 മണിക്കൂറിനുള്ളിൽ സ്ഫോടനം നടത്തുമെന്നാണ് ഭീഷണി. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചെയ്യുന്നത്. ഡാൻ, ഒന്ന്, ഇന്ത്യ പാക് സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലം, അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് പതിവിൽ കവിഞ്ഞ സുരക്ഷയാണ് രാജ്യം നൽകുന്നത്. അതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം. അതോടൊപ്പം കേരളത്തിൽ തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തുടർച്ചയായി ഭീഷണികൾ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. എന്താണ് വിശദാംശങ്ങൾ ഡാൻ? അഭിലാഷ്, തുറമുഖ കമ്മീഷനിങ്ങിന്റെ ഡേറ്റ് തന്നെ മാറ്റിവെക്കുമോ നിലവിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് എന്ന അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും ഇടയിലാണ് പ്രധാനമന്ത്രി 2-ാം തീയതി തന്നെ മുൻ നിശ്ചയിച്ചതനുസരിച്ച് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് എത്തും എന്ന് PMO ഓഫീസിൽ നിന്ന് അറിയിച്ചത്. അതിന് പിന്നാലെയാണ് വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തലസ്ഥാന നഗരി മുഴുവൻ പോലീസും മറ്റ് സുരക്ഷാ ഏജൻസികളും ചേർന്ന് സജ്ജമാക്കിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ത്രിതല സുരക്ഷയായിരിക്കും വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള മേഖലയിൽ ഒരുക്കുക എന്നതാണ്. കരയിലും കടലിലും ഒരുപോലെ പ്രധാനമന്ത്രിക്ക് വേണ്ടി അവർ സുരക്ഷ ഒരുക്കും. ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ യാത്രാപഥം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാനത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഒരു വ്യക്തമായ സൂചനകളുമില്ല. SP ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട റൂട്ട് തയ്യാറാക്കുക. പ്രധാനമന്ത്രിയുടെ യാത്രാപഥം എങ്ങനെയായിരിക്കണമെന്ന കാര്യത്തിലടക്കം തീരുമാനമെടുക്കുന്നത് SPG ആയിരിക്കും. നാളെ വൈകുന്നേരം നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് 6:30 എയർപോർട്ടിന്റെ ടെക്നിക്കൽ ഏരിയയിൽ ശംഖുമുഖത്ത് ഇറങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് രാജ്ഭവനിലേക്കായിരിക്കും പോകുക. അവിടെയായിരിക്കും അദ്ദേഹത്തിന് നാളെ രാത്രി തങ്ങുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക. അതിന്റെ ഭാഗമായി രാജ്ഭവൻ പരിസരത്ത് വലിയ തരത്തിലുള്ള പരിശോധനയും സുരക്ഷയും പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഏറെക്കുറെ ഇത് സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നത്. അതേസമയം റോഡ് മാർഗവും വിഴിഞ്ഞിലേക്ക് എത്താൻ കഴിയാത്ത ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ 3 സ്ഥലങ്ങളാണ് ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിന് വേണ്ടി നിലവിൽ പരിഗണനയിലുള്ളത്. SPG അടക്കം ഈ 3 സ്ഥലങ്ങളിലും പരിശോധന നടത്തി. അവിടെ വെള്ളായണി കാർഷിക കോളേജിന്റെ ഗ്രൗണ്ട്, അതോടൊപ്പം തന്നെ പാങ്ങോട് ഗ്രൗണ്ട്, അതോടൊപ്പം തന്നെ വിഴിഞ്ഞത്തെ അതീവ സുരക്ഷാ മേഖല, തുറമുഖത്തിന് ഉള്ളിലെ തന്നെ അതീവ സുരക്ഷാ മേഖല, ഇങ്ങനെ 3 സ്ഥലങ്ങളിലാണ് പ്രധാനമന്ത്രിക്ക് ഹെലികോപ്റ്ററിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഈ 3 സ്ഥലങ്ങളിലും ഒരുപോലെ തന്നെ സേനാവിന്യാസം ഉണ്ടാകും. ഏത് തരത്തിലുള്ള അടിയന്തര സാഹചര്യം നേരിടാനുള്ള ഒരുക്കങ്ങൾ സജ്ജമാണ് എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. എന്തായാലും പ്രധാനമന്ത്രി നാളെ വൈകുന്നേരം തലസ്ഥാനത്ത് എത്തും എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന വിവരങ്ങളാണ് PMO ഓഫീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതോടൊപ്പം VV വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, പ്രധാനമന്ത്രിയുടെ സുരക്ഷ, അത്തരം കാര്യങ്ങൾ അത് കേന്ദ്രസേനയാണ് പ്രധാനമായും ഏറ്റെടുക്കാറുള്ളത്. അതോടൊപ്പം സംസ്ഥാനത്തിന്റെ പിന്തുണയുമാണ് വേണ്ടത്. അതിനിടയിലാണല്ലോ ഇപ്പോൾ കേരളത്തിൽ തുടർച്ചയായി ബോംബ് ഭീഷണികൾ ഉണ്ടാകുന്നു. തിരുവനന്തപുരവും കൊച്ചിയുമാണ് അതിൽ പ്രധാനമായും ഭീഷണിപ്പുറത്ത് നിൽക്കുന്നത്. ഇപ്പോഴും ഈ ഭീഷണി സന്ദേശം എവിടെ നിന്ന് എന്നതിലൊക്കെ കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭ്യമാകുന്നുമില്ല. ഇപ്പോഴും ഈ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. എന്താണ് സംസ്ഥാന പോലീസിന്റെ ഈ കാര്യത്തിലുള്ള പ്രതികരണങ്ങൾ? വ്യാജം എന്ന് കഴിഞ്ഞ എല്ലാ ഭീഷണികളെയും പറയാം, പക്ഷെ അപ്പോഴും ഓരോ ഭീഷണിയും വലിയ ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ടല്ലോ. അഭിലാഷ്, ഇന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഭീഷണി സന്ദേശം എത്തിയിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ ബോംബ് സ്ഫോടനം നടക്കുമെന്നായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. ശുചിമുറിയിലും അതുപോലെ തന്നെ എക്സിറ്റ് പോയിന്റ് അവിടെയും സ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യമാണ് ഇതിൽ വ്യക്തമാക്കിയത്. തുടർന്ന് വലിയ പരിശോധന നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെയാണ് ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും അടക്കം ഈ വിമാനത്താവളത്തിൻ്റെ വിവിധ മേഖലകളിൽ പരിശോധന നടത്തി. പക്ഷേ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായി കഴിഞ്ഞില്ല. ഏതെങ്കിലും സർവീസുകൾ റദ്ദാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. യാത്രക്കാർക്കും മറ്റ് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ തന്നെയാണ് പരിശോധനകൾ പൂർത്തിയാക്കിയത്. പക്ഷേ
2-ാം തീയതി വരെ വിമാനത്താവളത്തിൽ ശക്തമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യം ഇപ്പോൾ വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല വൈകി വരുന്ന ടിക്കറ്റ് ബുക്കിങ്ങുകൾ അത് സ്വീകരിക്കേണ്ടതില്ല എന്ന കാര്യം വിമാന കമ്പനികളെയും അറിയിച്ചിട്ടുണ്ട്. അതായത് അവസാന നിമിഷം സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ പോലും ടിക്കറ്റ് ബുക്കിംഗ് സാധ്യമാകാത്ത തരത്തിലായിരിക്കും 2-ാം തീയതി വരെ കാര്യങ്ങൾ നടക്കുക. ആ തരത്തിലുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തുക. 3000-ഓളം പോലീസുകാരെയാണ് നഗരത്തിൽ വിന്യസിക്കുക. പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് നഗരത്തിലും തന്ത്രപ്രധാന സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖ പ്രദേശത്തുമടക്കം 3000-ഓളം പോലീസുകാരെ വിന്യസിക്കും. ഇതിന് പുറമെയാണ് സൈന്യത്തിൻ്റെ സേവനം കൂടി ഉറപ്പാക്കുന്നത്. ഇപ്പോൾ തന്നെ വിഴിഞ്ഞം സമുദ്രാതിർത്തിയിൽ നേവിയുടെ അംഗങ്ങൾ റോന്ത് ചുറ്റുന്നുണ്ട്. കപ്പലുകൾ, സൈന്യത്തിൻ്റെ കപ്പലുകളും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ വിഴിഞ്ഞം തീരക്കടലിനോട് അടുത്ത് തന്നെയുണ്ട്. ആക്കുളത്താണ് ദക്ഷിണ വ്യോമസേനയുടെ ആസ്ഥാനം. അവിടെയും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഹെലികോപ്റ്ററുകൾ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായി നേരത്തെ തന്നെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ തരത്തിൽ കർശനമായ ഒരു സുരക്ഷാ സംവിധാനം തിരുവനന്തപുരം പൂർണ്ണമായും സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും നിയന്ത്രണത്തിലേക്ക് മാറുന്നു. ബോംബ് സ്ക്വാഡിലെ അംഗങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അത് ഈ തുടർച്ചയായി ഇങ്ങനെ ഇമെയിൽ സന്ദേശങ്ങൾ വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ്. നേരത്തെ 50 പേർ മാത്രമാണ് ബോംബ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നത്. മറ്റ് ജില്ലകളിൽ നിന്ന് 50 പേരെ കൂടി ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ 100 പേരെ ബോംബ് സ്ക്വാഡിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. ആ തരത്തിൽ അതിശക്തമായ സുരക്ഷാ സംവിധാനമാണ്. കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു. DCP-മാർക്കും മറ്റ് താഴോട്ടുള്ള ഉദ്യോഗസ്ഥർക്കുമെല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണം സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകി. പ്രധാനമന്ത്രി എത്തിയാൽ 2-ന് തന്നെ ഉദ്ഘാടനം നടക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ അദ്ദേഹം എത്തിയാൽ രാജ്ഭവനിലായിരിക്കും അദ്ദേഹം തങ്ങുക. പലപ്പോഴും അങ്ങനെ പ്രധാനമന്ത്രിമാരോ കേന്ദ്രമന്ത്രിമാരോ വന്നാൽ ഒരുപക്ഷെ രാജ്ഭവൻ അല്ലെങ്കിൽ സ്വകാര്യ ഹോട്ടലുകൾ അങ്ങനെയൊക്കെ തങ്ങാറുണ്ട്. പക്ഷേ കൂടുതൽ സുരക്ഷിതത്വം ഇപ്പോൾ രാജ്ഭവനാണ്. അവിടെ പുറത്തുനിന്നുള്ള ആളുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യമാണ്. പാങ്ങോട് ഉള്ള ഗ്രൗണ്ട്, പാങ്ങോട് കുളച്ചൽ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൽ നിന്നായിരിക്കും പ്രധാനമന്ത്രി വിഴിഞ്ഞത്തേക്ക് പുറപ്പെടുക. അവിടെ പ്രത്യേക സ്ഥലം സജ്ജമാക്കിയിട്ടുണ്ട്. 10,000-ഓളം പേരാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക. അതിനുവേണ്ടിയുള്ള ക്രമീകരണം VIP-കൾക്കായി പ്രത്യേക പന്തൽ, അതിന് പിറകിൽ പൊതുജനങ്ങൾക്കുള്ള പന്തൽ, അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ പാകിസ്ഥാനുമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, തർക്കത്തിന്റെ ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം കണക്കിലെടുത്ത് തന്നെ അതിശക്തമായ സുരക്ഷാ സംവിധാനമാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്ന പശ്ചാത്തലത്തിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ കടുപ്പിക്കുന്നത്.